മാരിസൺ സിനിമ കണ്ടായിരുന്നു. വളരെ നല്ലൊരു സിനിമയാണ് മാരിസൺ സിനിമ. പിന്നീട് അതിൻ്റെ ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് ഗംഭീരമാണ്. ഇത് ആദ്യത്തെ പടം തുടങ്ങി ഇൻ്റർവെൽ വരെ ഗംഭീരമാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിന് ശേഷം അങ്ങോട്ട് പടം അവസാനിക്കുന്നവരെ ഗംഭീരമാണ് പടം. വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനകത്ത് ഫാസിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പടം ഒരു തുടക്കം കാണുമ്പോൾ തന്നെ ഒരു മോഷണക്കാരൻ്റെ ഒരു ലെവലും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഒരു കള്ളൻ്റെ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ആൾ അതിൽ വരുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മളെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയുടെ അതേ ഒരു പാറ്റേൺ പാറ്റേൺ എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം വന്നിട്ട് അതേ പാറ്റേൺ വരുന്ന കോസ്റ്റ്യൂമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വളരെ ഗംഭീരമായിട്ട് തൊണ്ടി മുതൽ എന്ന സിനിമയിൽ അഭിനയിച്ച ഫാസിൽ ഇങ്ങനെ ഒരു അതേ സെയിം ക്യാരക്ടറിലേക്ക് വരുമ്പം അതേ കോസ്റ്റ്യൂമിലേക്ക് അതേ കോസ്റ്റ്യൂം ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്നത് ക്യാച്ച്ഫുള്ളാവും. പക്ഷേ സിനിമ തുടങ്ങി വളരെ യാദർച്ഛികമായിട്ട് ഒരു വടിവേലുമായിട്ടുള്ള ഒരു ഗംഭീരം. വടിവേലു എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. അതായത് ഭഗത്താണോ ഏറ്റവും നല്ല അഭിനേതാവ്, വടിവേലു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഭഗത്ത് വന്നിട്ട് തൊണ്ടി മുതൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച് വരുന്ന ഒരു ഏറെക്കുറെ പാറ്റേൺ എനിക്കൊരു ഫീൽ ചെയ്തതാണ്. നിങ്ങൾക്ക് എത്രത്തോളം എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്ത് വന്നത്. പക്ഷേ വടിവേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാമന്നനിൽ വ്യത്യസ്തമായൊരു വേഷം കണ്ട് ഇത് വന്നിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതിനെക്കാട്ടി വ്യത്യസ്തമായിട്ടുള്ള വേഷം, ഭയങ്കര പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ സൈഡായിരുന്നാലും തിരക്കഥയായിരുന്നാലും ഗംഭീരമാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ലാഗ് ചെയ്യുന്നുണ്ട്. ലാഗ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ഇങ്ങനെ ഒന്ന് താന്ന് വന്നിട്ട് പിന്നെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയാണ്, റോക്കറ്റ് പോയണക്കൊരു പോക്കാണ്. അല്ലെങ്കിൽ ആ ഒരു വലിയ കോമഡി കോമഡിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിട്ട് അല്ല, അത് സ്ക്രിപ്റ്റിലേക്ക് വരുന്ന ഒരു നാച്ചുറൽ, അത് ഈ അഭിനയ മികവ് കൊണ്ട് ഓരോരുത്തരുടെ ഈ ഒന്നാമത് വടിവേലു എന്ന് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ ചെറിയൊരു വളരെ സീരിയസ് ആയിട്ട് ചെറിയൊരു മാനറിസം മതി നമുക്ക് പെട്ടെന്ന് ചിരി വരാൻ. അങ്ങനെ ആ ഒരു രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള അഭിനയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് പറയാനുള്ളത് കോവേ സർള. സത്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ വടിവേലു എന്ന മഹത് നടനെ പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷത്തിലൂടെയാണ് അവർ ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. വളരെ അതായത് കോമഡിയിൽ നിന്ന് നേരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്നു. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥ, ഡയറക്ഷൻ എല്ലാം വളരെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ഫോട്ടോഗ്രാഫി അത് കൊള്ളായിരുന്നു, മ്യൂസിക് കൊള്ളാം. പിന്നെ എടുത്ത് പറയാത്ത വേറൊരു കാര്യമുണ്ട്, ഇതിൽ 2 സോങ്ങുണ്ട്. 2 സോങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ സിനിമ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഭാഗത്തിനെ കാണിച്ചു വരുന്ന ആ ഒരു സാധനം വന്ന് അതിലേക്ക് വന്ന് നമ്മളെ വടിവേലു എന്ന മഹത് നടൻ്റെലേക്ക് വന്ന് അവസാനിക്കുന്ന ഒരു സാധനമാണ്. ആ പാട്ട് വളരെ, ഈ പാട്ടും അതിലെ ഭഗത്തിൻ്റെ മാനറിസം ഇതെല്ലാം വളരെ എൻജോയ് ചെയ്ത് പോകുന്ന അതിൽ തന്നെ നമ്മൾ ലയിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ലാഗ് വരുമ്പോഴാണ് നമുക്ക് ഈ തൊണ്ടി മുതലിലേക്ക് ഒന്ന് ചാടി പോകുന്ന ഒരു ഫീല് വരുന്നത്. അല്ലാതെ തുടക്കം കഴിഞ്ഞ പടത്തിൻ്റെതായ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ആ ഒരു കഥയിലേക്ക് നമ്മൾ അങ്ങ് ചേരുമ്പം അത് വളരെ ഗംഭീരമായിട്ട് പോകുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയത്തേക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ ഗംഭീരമാണ്. കാരണം ഈ പറയുന്ന ഒരു അൽഷിമേഷ്, ഓർമ്മക്കുറവ് വരുന്ന ഒരു ആളാണ് വടിവേലു ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതും ഈ കള്ളനും ഈ പറയുന്ന 2 ക്യാരക്ടറിനേ ഉള്ളൂ. ഇതിനകത്ത് വരുന്ന കഥ, അതിൻ്റെ സിറ്റുവേഷൻ, ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഒരു കള്ളൻ്റെ കഥയെന്നോ അല്ലെങ്കിൽ ഒരു അൽഷിമേഷ് വന്ന ഓർമ്മക്കുറവുള്ള ഒരാളുടെ കഥയെന്നോ എന്നുള്ളതല്ല ഇതിനകത്ത് വരുന്ന സംഭവം. ഇതിനകത്ത് വരുന്ന ഇത് 2 ക്യാരക്ടർ. പക്ഷേ ഇതിലൂടെ പറഞ്ഞു പോകുന്ന കഥ ഇതൊരു കാരണം മാത്രമാണ്. ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് ഗംഭീരമെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിഗംഭീരമാണ്. എല്ലാവരും സിനിമ പോയി കാണുക. പിന്നെ ഈ സിനിമയിൽ ആർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സിനിമയിലും സീരിയലും ഒക്കെ ആർട്ട് സഹായിയായിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ആർട്ട് വർക്ക് ഗംഭീരമായിട്ടുണ്ട്. അത് തുടക്കം മുതലേ കാണുന്ന ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു
വരുന്ന കുറച്ച് സാധനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പടം തീരുന്നവരെ ആർട്ട് വർക്ക് എന്നുള്ള വളരെ നാച്ചുറലായിട്ട് പോയൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ സൗണ്ട് ആയിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും സൗണ്ട് എഫക്റ്റ്, മ്യൂസിക്, ഫോട്ടോഗ്രാഫി എല്ലാം വളരെ ഗംഭീരം. ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയുന്നില്ല, എല്ലാം വളരെ ഗംഭീരമാണ്. ധൈര്യമായിട്ട് പടം പോയി കാണുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞ സംഭവങ്ങളുടെ അവരുടെ ക്യാരക്ടറിൻ്റെയൊക്കെ സ്വഭാവങ്ങളും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു പോലീസ്, ഒരു വക്കീൽ എന്ന് പറയുന്നത്, അവർ വാദിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്ന കണ്ടെത്തുന്ന കേസുകളൊക്കെ വ്യത്യസ്തമായിരിക്കും, പോലീസായാലും അഡ്വക്കേറ്റായാലും. എന്നപോലെ ഇത് രണ്ട് ക്യാരക്ടർ ഇതാണ്. പക്ഷേ ഇവർ പറഞ്ഞു പോകുന്ന സിനിമയുടെ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ വഴിത്തിരിവെന്ന് പറയുന്നത് ഗംഭീരമാണ്. നമുക്ക് എല്ലാ രീതിക്കും അത്യാവശ്യം ചെറിയ ലാഗിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ പടത്തിന് വേണമെന്നേ പറയൂ. കാരണം അത് അങ്ങനെ വന്നിട്ടൊരു ഹൈപ്പുണ്ട്. ഒന്നേ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഞെട്ടലിലൂടെയൊക്കെ പോകുന്ന സാധനമുണ്ട്. ഗംഭീരമാണ് പടം എല്ലാ രീതിയിലും. നമുക്ക് ലാഗിങ്ങായിട്ടും, അല്ലെങ്കിൽ ലാഗിങ് വളരെ ഇതാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ ഒരു ഫീലുണ്ട്. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.